ബാഹുബലിയുടെ സെറ്റാണ്. നമ്മുടെ ദേവസേന. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഡേ 1 അല്ല, അതായത് ഇന്നാണ് നമ്മൾ സൈറ്റ് സീയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഹൈദരാബാദാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് രാമോജി ഫിലിം സിറ്റിയിലാണ്. ആരും റെഡി ആയിട്ടിരിക്കുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ രാമോജി ഫിലിം സിറ്റിയിലൊക്കെ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ്. അപ്പം നമ്മൾ 2 ഊബറിലായിട്ടാണ് വന്നത്. അപ്പം ഒരു ഊബർ മറ്റേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി കൂടി ഉണ്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ ഊബറുകാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ 520 ആണ് ഊബറിന് ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അത് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്ക് കമ്മീഷൻ പോകും, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ ക്യാൻസൽ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്. കാരണം ഇതിൽ പറഞ്ഞ ഒരു ട്രാക്കിങ്ങിലും ഉണ്ട്. നമ്മൾ എന്ത് വിശ്വസിച്ചത് ക്യാൻസൽ ചെയ്തതുകൊണ്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ്, നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പം ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് അഡൾട്ട്സ് ആണെങ്കിൽ 1350 ആണ്, അതുപോലെ ചൈൽഡ് ആണെങ്കിൽ 1150 ആണ്. വലിയ കുഴപ്പമില്ല. ഞങ്ങളൊരു 5500 സംതിങ് ആണ് ഓൺലൈൻ കണ്ടത്. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലും ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിലും സെയിം പ്രൈസാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് എവിടെയാണ് ചെയ്യാനുള്ളത് അതുപോലെ ചെയ്താൽ മതി. അപ്പം ഇവിടെ കുറേ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാനും കുറേ ആയിട്ടുണ്ട്. 9 to 2 ആണ് കേട്ടോ ടിക്കറ്റ് ടൈമിംഗ് പറയുന്നത്. പിന്നെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിലും എല്ലാം, വാഷ്റൂം ആണെങ്കിലും എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഈ സ്ഥലം. അപ്പം ഈ കാണുന്ന QR കോഡ് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതല്ലാതെ അപ്പുറത്തൊരു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബസ്സിലായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് വരിക. അതാണ് യുറേക്ക പോയിന്റ് പറയും. അപ്പം അവിടുന്ന് നമുക്ക് വേറൊരു ബസ് എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഫിലിം സിറ്റി കാണാൻ പോകുന്നവരോട് എനിക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് പറയാനുള്ളത്, നല്ല ചൂടായിരിക്കും. നമുക്ക് ക്യാപ്പാണെങ്കിലും കുടയാണെങ്കിലും മസ്റ്റാണ്. പിടിച്ചു നടക്കാനുള്ള മടിയാണെന്ന് വിചാരിച്ചെടുക്കാണ്ടിരിക്കരുത്, അത്രയും മസ്റ്റാണ്. പിന്നെ പുറത്തുനിന്നേ ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അവിടെ ഉള്ളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നല്ല കത്തി ചാർജാണ് എല്ലാറ്റിനും. ഈ ബസ് കാണുമ്പോൾ നമുക്ക് ഉദയനാണ് താരം സിനിമയിലെ ആ കരളേ ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. കാരണം ഈ ബസ്സിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ പോയിന്റിന്, അതായത് യുറേക്കയിൽ നിന്ന് ബാക്കി എല്ലാ പോയിന്റ്സിലേക്കും ഇങ്ങനെ ഈ ബസ്സാണ് നമ്മൾ മാറി മാറി കയറേണ്ടത്. ഓരോ സ്ഥലത്തും ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. അപ്പം ഒരു പോയിന്റിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബസ്സിനായിട്ട് നമുക്ക് അവിടെ പോയി നിന്നാൽ അടുത്ത ബസ് വരും. അപ്പം അതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ വേറൊരു ലോകം പോലെയാണ് കേട്ടോ. അപ്പം നല്ല വെയിലാണ്. നമുക്ക് ആദ്യം വന്ന ബസ്സിൽ AC non-AC ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ non-AC ആണ് എടുത്തത്. കാരണം കുറച്ച് പോയിന്റിലേക്കാണ് അത്രയും AC ഉള്ളൂ. അതും 2500 സംതിങ് ആവും GST എല്ലാം കൂടെ ആയിട്ട്. കുറച്ച് നേരത്തിനായിട്ട് ആ AC എടുക്കുന്നത് അത്ര അഫോർഡബിൾ ആയിട്ടും തോന്നുന്നില്ല, അത്ര അങ്ങനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബസ്സാണ് എടുത്തത്. എന്നിട്ട് അത് കഴിഞ്ഞ് എല്ലാവരും AC എടുത്തവരാണെങ്കിലും non-AC എടുത്തവരാണെങ്കിലും ഈ ബസ്സിലാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാം പോകേണ്ടത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് സൈഡ് സീറ്റൊക്കെ ഇരുന്നു. പിന്നെ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെയിലുള്ള സൈഡ് മാത്രം നോക്കിയിട്ട് കഷ്ടപ്പെട്ട് കറക്റ്റായിട്ട് എടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് എനിക്കുള്ളതുകൊണ്ട് എല്ലാ സൈഡും വെയിലായിരുന്നു. Angel Fountain. It's decorated with the Greek architecture. It's सबसे ऊंचा highest fountain है रामोजी फिल्म सिटी का. आप नवरत्न ठंडा ठंडा कूल एडवर्टाइजमेंट देख सकते हैं आप. Yes, again onto your left side. Look at the black color stage. It's a limelight garden. Rockstar movie Oh Nadan Parinde Ghar Aaja. That song was shot on this location. So Dilwale movie last church scene. Telugu movie Narsimha Naidu में देख सकते हैं आप. ये limelight garden corporate event parties के लिए भी. നമുക്ക് ഓരോ ബസ്സിലാണെങ്കിലും അതായത് മെയിൻ കുറച്ച് റൂട്ട്സ് ഉണ്ടായിരിക്കും. ആ റൂട്ടിലുള്ള മെയിൻ കുറേ സിനിമകളുടെ ലൊക്കേഷൻ, അതേപോലെ അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ കുറേ നമുക്ക് പരിചയമുള്ള ഏറെക്കുറെ എല്ലാ സിനിമകളും ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കോമൺ ഗൈഡ് ഉണ്ടായിരിക്കും.
ഓരോ ബസ്സിലും. അപ്പോൾ ആ ഗൈഡ് നമുക്ക് ഓരോ വഴി പോകുമ്പോഴും അവിടെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. ചെന്നൈ എക്സ്പ്രസ് മൂവിയിലെ മീനമ്മ ടെമ്പിൾ ഇല്ലേ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പം ഞാനൊക്കെ വിചാരിച്ചിരുന്നത് അത് തമിഴ്നാട്ടിലെ ഏതോ ഒരു സൈഡാണെന്നോ, പക്ഷെ എല്ലാം ഈ ഫിലിം സിറ്റിയുടെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. Painted white, it's a Gurudwara. If painted golden temple Amritsar. रब ने बना दी जोड़ी, होले होले हो जाएगा प्यार. Song में देख सकते हैं आप. Again you can see this location, RRR movie garage scene. गैरेज सीन में देख सकते ट्रिपल आर मूवी का. अगेन आलिया भट्ट को बहुत फेमस में गंगूबाई काठियावाड़ी. यू कैन सी दिस बिल्डिंग श्रीमंतुडु मूवी श्रुति हसन्स हॉस्टल. अगेन इस बीच में देखिए यहाँ पे अगर हम लोग गांधी जी का स्टेचू लगाए तो गांधी नगर, नेहरू जी का स्टेचू लगाए तो नेहरू नगर. ഇവിടെ കുറേ മൾട്ടിപർപ്പസ് ബിൽഡിങ്സ് ആണുള്ളത്. അതായത് നമുക്ക് ഓരോ സൈഡും നമുക്ക് പല പല ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് അതായത് ഫിലിമിനൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോലത്തെ മൾട്ടിപർപ്പസ് ബിൽഡിങ്സ് ആണ്. ഒരു സൈഡ് നമുക്കൊരു കേരള ടച്ചുള്ളത് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡ് തമിഴ്നാട്, അല്ലെങ്കിൽ ബാക്കിൽ പഞ്ചാബ്, ബീഹാർ, അങ്ങനെ ഒരു സൈഡ് ഹോസ്പിറ്റലാണെങ്കിൽ അപ്പുറത്ത് എയർപോർട്ട്, അങ്ങനെ പല പല ഇതന്നെ വൺ ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അറ്റ്ലാസ്റ്റ് നമ്മൾ മകിഴ്മതിയിൽ എത്തിയിട്ടുണ്ട്. ബാഹുബലിയുടെ സെറ്റാണ്. ആ ഒരു മെയിൻ എൻട്രൻസ്, ആ കവാടം നമ്മൾ ഉള്ളിലേക്ക് തുറന്നു വരുമ്പോൾ തന്നെ ആ ബാഹുബലിയിലെ പാട്ടില്ലേ, അതാണ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അതും നോർമലായിട്ടല്ല, വലിയ സൗണ്ടില്, എല്ലാ അത്രയും വലിയ സ്ഥലത്ത് പോലും അത്രയും സൗണ്ടില് നമുക്കത് കേൾക്കുമ്പോ തന്നെ ഒരു എന്താ പറയാ, ഒരു റൊമാൻറ്റിഫിക്കേഷൻ അങ്ങനെ എന്തോ ആണ്. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ആ ഒരു ബാഹുബലി ഷൂട്ട് ചെയ്ത അത്രയും ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഓരോ സൈഡ് നമുക്ക് ആ സിനിമയുടെ ഓരോരോ ഇത് കാണാൻ പറ്റും. ഓരോ സ്ഥലം കാണുമ്പോൾ ഇവിടെ അവിടെ ഇതാണ് അത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ എന്തോ ഒരു സംഭവമായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. ഞാൻ ദേവസേന തെരഞ്ഞു നടക്കുവാണ്. ആ കയ്യിൽ വിലം കിട്ട ദേവസേന കാണുന്നില്ല. നമ്മുടെ ദേവസേന കയ്യിൽ വിലങ്ങോ കഴിച്ചിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഹായ് ക്യൂട്ടി. ഈ പൊള്ളണ വെയിലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതുപോലത്തെ ഒരു ഫാൻ. അവിടെ അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു തണുപ്പ് കൂളറിൻ്റെ എഫക്റ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പല പല ബസ്സുകൾ പിടിച്ചതിന് ശേഷം അവിടെ എത്തിയിട്ടുള്ളത് ഹവാ മഹലിലാണ്. നമ്മുടെ ജയ്പൂർ ഹവാ മഹലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സൈഡിലൊക്കെ നല്ല വാട്ടർഫോൾസും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു സജഷൻ, നമുക്ക് ഇതിലൊരു ലേസർ ഷോയോ അങ്ങനെ എന്തോ ഷോ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ടിക്കറ്റിൽ. അതിലാരും കയറണ്ട കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ചാമിനാർ മാർക്കറ്റിലേക്കാണ്. ചാമിനാറിൻ്റെ ചുറ്റുമുള്ള മാർക്കറ്റ്. അപ്പം ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ ഓട്ടോക്കാരുടെ അടുത്ത് നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് പറഞ്ഞാൽ മാത്രമേ അവർ പൈസ കുറച്ച് തരുള്ളൂ. ഇവിടെ ഊബറൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഊബറൊക്കെ കുറേ ടൈം നമ്മൾ നോക്കിയിരുന്നാലാണ് എന്തെങ്കിലും കിട്ടുന്ന ഊബറാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരു AC ഒന്നും വർക്കാവാത്ത ടൈപ്പ് ഊബറാണ് ഇവിടെ മുഴുവനുള്ളത്. ഏതോ ഉണ്ടെങ്കിൽ തന്നെ വളരെ
തണുപ്പ് കുറവായിട്ട് അങ്ങനെ പഴയ വണ്ടികളാണ് ഇവർ ഊബറിനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഈ ചൂടിന്. അപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റിംഗ് ടൈമും കൂടുതലാണ്. അപ്പം ഏറ്റവും നല്ലത് അടുത്തൊരു ഓട്ടോ എടുത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ ഓട്ടോയിലാണെങ്കിൽ തന്നെ നന്നായിട്ട് പൈസ കുറഞ്ഞ് പറയണം. നമ്മൾ പുതിയ ആൾക്കാർ, നമ്മളിവിടെ പുതിയതാണെന്ന് അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവർ നല്ല റേറ്റാണ് ആദ്യം പറയാം. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ പറഞ്ഞ് കുറയ്ക്കണം. അപ്പോഴവർ ഓക്കെ, തിരിഞ്ഞൊന്ന് പോയി കഴിഞ്ഞാൽ അവർ ഓക്കെ ഇതിന് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ വരും. ഇതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിംഗ് ആണെങ്കിലും കുറേ വർഷം പഴക്കമുള്ള ടൈപ്പ് ഒരു ആർക്കിടെക്ചറും അങ്ങനത്തെ ബിൽഡിങ്സാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. ഞാൻ പുതിയ ബിൽഡിംഗ് ഒന്നും അങ്ങനെ ഈ സൈഡ് കണ്ടില്ല. അപ്പം എല്ലാ അങ്ങനത്തെ ബിൽഡിങ്സിലും അങ്ങനെ ഈ സ്ട്രീറ്റിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഷോപ്സൊക്കെ ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് പറ്റിക്കാനുള്ള ചാൻസും കൂടുതലാണ്. എന്നാൽ നോക്കിയെടുത്താൽ നല്ല റേറ്റ് കുറവിനും ആക്സസറീസ്, അതായത് കൂടുതലും ആക്സസറീസ് ഗേൾസിനൊക്കെ പറ്റുന്ന പോലത്തെ മാലാവള അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ കണ്ടിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല വില കുറഞ്ഞിട്ട് സാധനങ്ങൾ കിട്ടും. ഈ എന്താ പറയുക, നല്ല ജ്വല്ലറി അങ്ങനത്തെ ടൈപ്സൊക്കെ, ഇങ്ങനെ വളയാണെങ്കിലും കമ്മലിന് അത്ര റേറ്റ് കുറവ് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമ്മുടെ വള, മാല, ഇങ്ങനത്തെ നെക്ലേസുകൾ, ഈ എന്താ ബ്ലാക്ക് മെറ്റലിൻ്റെ ടൈപ്പ് അങ്ങനെയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരുന്നു. ഗൈസ്, ഇവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉള്ള സാധനങ്ങളുണ്ട്. അതും റേറ്റ് കുറഞ്ഞിട്ട്, കുറവ് മീൻസ് എല്ലാ കടകളിലും ഇല്ല, പക്ഷെ ഉള്ള സ്ഥലങ്ങളിൽ നല്ല പോലെ കുറഞ്ഞിട്ടാണ്. ഞങ്ങളിപ്പോൾ ഒരു സ്പെഷ്യൽ മൽബറി മലായി കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒന്ന് നേരം ഷോപ്പ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഈ മാർക്കറ്റ് 12 മണി വരെ ഉണ്ട്. അപ്പോൾ 12 മണിയുടെ മുന്നേ ഇത് തിരിച്ച് വന്നിട്ട്, ഇപ്പോൾ സമയം ഒരു 10 മണി ആവാറായിട്ടുണ്ടാവും. നമ്മൾ ആ സമയം കഴിച്ചിട്ട് തിരിച്ച് വന്ന് ഷോപ്പ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ കുറേ റീൽസിലൊക്കെ നന്നായിട്ട് ഫേമസ് ആയിട്ടുള്ള മൽബറി മലായി പറഞ്ഞിട്ടുള്ള ഐറ്റം. ഇത് പേര് അവർ കൊടുക്കുന്ന ഹൈപ്പിന് വേർത്താണെന്ന് പറയാം. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ബോക്സിന് 120 or 140 അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ മൽബറി മലായി കഴിച്ചു, അതുപോലെ ലിച്ചി മലായി ഉണ്ടായിരുന്നു. പിന്നെ മാംഗോ ലസ്സി അങ്ങനെയുള്ള ടൈപ്പ് കുറേ കാര്യങ്ങളായിരുന്നു. അതൊക്കെയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്, വേർത്ത് ദ മണിയാണ് കേട്ടോ. നമ്മളിത് മിലൻ ജ്യൂസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ചാമര മാർക്കറ്റിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. ആദ്യം അവിടെ ബില്ലാക്കിയതിന് ശേഷം നമ്മൾ ഉള്ളിൽ പോയിട്ട് കഴിക്കുകയാണ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലിച്ചി മലായി വന്നിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് ലിച്ചിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മൽബറി മലായി ആയിരുന്നു. ഇവിടെ പിന്നെ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ പേൾസിൻ്റെ ജ്വല്ലേഴ്സ്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ ബോർഡ് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പേൾസും ബീഡ്സും ഇവിടെ ഭയങ്കരമായിട്ട് ഫേമസ് ആണെന്ന് തോന്നുന്നു. അപ്പം അത് വിൽക്കാൻ വേണ്ടി നടക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ഷോപ്സ് ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.